Hi, welcome to Saji's Innovations. Saji's Innovations is a cooking vlog. We are very tasty item. Egg item. Egg Manchurian Chinese very easy item. Item items പൊട്ടിച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോണേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇത്രയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണ്ടി വെളിച്ചെണ്ണ സൈഡിലേക്കൊന്ന് അങ്ങനെ കെട്ടുന്ന സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തെ. അത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകിൽ ഈ എഗ്ഗിനെ നമുക്ക് ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ എഗ്ഗിനെ നമ്മൾ ആവിച്ചെമ്പില്ലേ, ആവി വരുന്ന പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി ഒരു 10 മിനിറ്റ് എടുക്കും. അതിന് ഇതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ മുട്ട പുഴുങ്ങിയിട്ട് മുട്ട കട്ട് ചെയ്തിട്ടും ഇത് ചെയ്യാറുണ്ട്. പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രീതി നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച എഗ് മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ മുട്ട ഇപ്പോൾ ഒരു 4 മിനിറ്റോളം വെന്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ എണ്ണയൊക്കെ പുരട്ടിയ കാരണം സൈഡൊക്കെ നന്നായിട്ട് വിട്ട് തന്നെ നിൽപ്പുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടെ. ഇതിനെ മാറ്റാൻ ഈസി മാർഗ്ഗം നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇങ്ങനെ കമഴ്ത്തിയിട്ട് തിരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ടയെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്കിതിനാവശ്യമായൊരു ബാറ്റർ ഉണ്ടാക്കണം. എങ്ങനെയാണ് ബാറ്റർ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഒരു 1/2 കപ്പ് മൈദാമാവ് ഇടുന്നുണ്ട്. 1/2 കപ്പ് തന്നെ കോൺഫ്ലോർ, നമ്മൾ ചോളമാവ് എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്യുന്നുണ്ട്. ചോളമാവിലെ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൊത്തം മൈദാമാവ് ഇട്ടാലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കുക കേട്ടോ. ഒത്തിരി ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് ചെയ്യണ്ടോ, അല്ലെങ്കിൽ പിടിച്ചിരിക്കില്ല മുട്ടയുടെ പുറത്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ എഗ് പീസസിനെ നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് കോരണം. ഓക്കെ, അപ്പോൾ വറുക്കാൻ വേണ്ടി എണ്ണ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ ഓരോ പീസായിട്ട് ഈ ബാറ്ററിലൊന്നും കൂടി ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. അല്ല, ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഈ പപ്പടം കുത്തിയാണേ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എഗ് പീസസ് രണ്ട് വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി കേട്ടോ. പിന്നെ സ്റ്റെയിനറിലേക്ക് ഇതിനെ മാറ്റുകയാണേ. അപ്പോൾ ഇതുപോലെ അടുത്ത സെറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ വറുത്ത് കോരിയ ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം ഇതിനെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ഗ്രേവി ഉണ്ടാക്കണം. നമുക്ക് എങ്ങനെ ഗ്രേവി ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ചതച്ചത് കേട്ടോ, ഒരു 3 പച്ചമുളക് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് സവാള ആഡ് ചെയ്യുന്നു. ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇടുന്നത്. ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ സവാള ഇടുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഈ സവാള നന്നായിട്ട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ അതിലേക്ക് ചേർക്കുന്ന ക്യാപ്സിക്കമാണ്. ഞാൻ പകുതി വീതം റെഡും ഗ്രീനും, ചുവന്ന ക്യാപ്സിക്കവും പച്ച ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കളർ ഉള്ളതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഒരു ഭംഗിക്ക് കഴിഞ്ഞ് രണ്ടും കൂടി അടിയുന്നുള്ളൂ. ക്യാപ്സിക്കം ഇട്ടാൽ പിന്നെ ഒത്തിരി സമയം ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, അതാ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കും. അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് എടുത്തിരിക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ സോസൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഇത് സോസിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. ചോളമാവ് എന്ന് പറഞ്ഞ സാധനം. അതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് കോൺഫ്ലോർ എടുക്കാം, വെള്ളവും ചേർക്കാം കേട്ടോ ഈ സമയത്ത്. പിന്നെ വേറെ നോക്കേണ്ടത് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഞാൻ നോക്കി ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഈ കോൺഫ്ലോർ ഒത്തിരി ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഈ സമയം നമ്മൾ വറുത്ത് വെച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വലിയ പീസസ് ആണ് ഉണ്ടാക്കി. വലിയ പീസസ് വേണ്ടാന്നുള്ളവർ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി മുട്ട. അപ്പോൾ നമ്മുടെ എഗ് മഞ്ചൂരിയൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം ആസ് യൂഷ്വൽ. അപ്പോൾ നമ്മുടെ എഗ് മഞ്ചൂരിയൻ അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങൾ കുറച്ച് ഗ്രേവി വെച്ച് ഉണ്ടാക്കുന്നത്. ഈ എഗ് മഞ്ചൂരിയൻ ശരിക്കും ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി ബിരിയാണിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ കഴിക്കാം, വളരെ ടേസ്റ്റിയാണ്. പൊറോട്ടയ്ക്കും കഴിക്കാം. സോ ഞങ്ങളിന്ന് എന്തായാലും ലഞ്ചിന് ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈഫിൻ്റെ വക സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണുക. ഈ എഗ്ഗ് കൊണ്ട് കുറേ അധികം ഐറ്റംസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് എഗ് ഓംലെറ്റ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, എഗ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എന്താ പറയുക സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും മിക്സഡ് ഫ്രൈഡ് റൈസ് ആകട്ടോ. ഈ കഷ്ണങ്ങളുടെ വലിപ്പം നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ചെറിയ പീസാക്കി എടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. ശരിക്കും എമ്മിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.